അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെരി 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 ഗുഡ് മോർണിംഗ്. അതിമനോഹരിയായ കൊച്ചിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ കൊച്ചി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് രണ്ട് തുണ്ടായിട്ട് എടുക്കാം. ഒന്ന്, ഇവിടെ ഫ്ലാറ്റ് സമുച്ചയങ്ങളൊക്കെയുള്ള നഗരത്തിൻ്റെതായ ഒരു സൗന്ദര്യം. അപ്പുറത്ത് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പൊന്നാരിമംഗലവും മുളവുകാടും പോലെ ആ ഗ്രാമഭംഗി, അതേപോലെയുള്ള ദ്വീപുകൾ. അതിനിടെ നമുക്ക് മനോഹരമായ ചീനവലകൾ, ചെറുവള്ളങ്ങൾ, വീടുകൾ, ബോട്ട്, വഞ്ചികൾ, അങ്ങനെ എത്ര മനോഹരമായ കാഴ്ചയാണ്. ശാന്തമായി ഇങ്ങനെ കിടക്കുന്ന കായലും അതിന്റെ പരിസരവും ഈ പ്രഭാതത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഒരു പ്രഭാതം, വാർത്താ പ്രഭാതം തുടങ്ങാൻ ഏറ്റവും നല്ല ഒരു പരിസരമാണ്, അന്തരീക്ഷമാണെന്ന് നമുക്ക് തോന്നുന്നു. കാരണം ഇനി അങ്ങോട്ട് നമ്മൾ വാർത്തകളുടെ ഒരു കുത്തൊഴുക്കിലേക്കൊക്കെ പോകുമ്പോൾ ഈ ഒരു ശാന്തത ഒരു പക്ഷെ കിട്ടിയെന്ന് വരില്ല. പക്ഷെ ഒരു പ്രഭാതം ഇങ്ങനെ തുടങ്ങിയാൽ അന്നത്തെ ദിവസം മുഴുവനും ഉള്ളം ശാന്തമായിരിക്കും, അല്ലെ? നല്ല പോസിറ്റീവ് എനർജിയോടുകൂടെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് മെയ് 1 വ്യാഴാഴ്ചയാണ്. മേടം 8, മേടം 18. അപ്പോൾ വ്യാഴാഴ്ച ആയാലും വെള്ളിയാഴ്ച ആയാലും മെയ് 1 ഒരു പ്രത്യേകതയുണ്ട്, അല്ലേ? ഇന്ന് തൊഴിലാളി ദിനമാണ്. നമ്മൾക്കറിയാം, സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ. എത്രയെത്രയോ വർഷങ്ങൾക്ക് മുൻപ്, എത്രയെത്രയോ കാലങ്ങളോളം ഓരോ തൊഴിലാളിയും വിയർപ്പൊഴുക്കി സമരങ്ങളിലൂടെ കടന്നു വന്ന് നേടിയെടുത്തതാണ് ഈ തൊഴിലാളികളുടെ സ്വാതന്ത്ര്യമൊക്കെ തന്നെ. അതൊക്കെയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഇപ്പോഴും പൂർണ്ണമായും സ്വതന്ത്രമല്ലെങ്കിൽ പോലും മെയ് ദിനത്തിൽ നമുക്ക് ആ സ്വാതന്ത്ര്യത്തിലേക്കുള്ള, അല്ലെങ്കിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവകാശങ്ങൾ നേടിയെടുക്കാനും നടത്തിയ ആ വിയർപ്പൊഴുക്കൽ, ചോരച്ചാലുകളെല്ലാം ഇന്ന് ഈ ദിനത്തിൽ നമുക്ക് ഓർക്കാം. അതെ, 1880-കളിൽ ഷിക്കാഗോയിൽ, അമേരിക്കയിലെ ഷിക്കാഗോയിൽ നടന്ന തൊഴിലാളി സമരമാണ്. ജോലി സമയം 8 മണിക്കൂറായി പരിമിതപ്പെടുത്തുക എന്ന ആവശ്യം, അതേപോലെ തന്നെ തുല്യ വേതനത്തിനായുള്ള ആവശ്യം, ഇതൊക്കെ ഉന്നയിച്ച് നടത്തിയ സമരത്തിൽ ഒരുപാട് പേര് അവരുടെ ജീവൻ ബലി കഴിച്ചു. പക്ഷേ അതൊരു, എനിക്ക് തോന്നുന്നു, ഒരു വലിയ കുടക്കീഴിലേക്ക് മാറണമെന്ന് തോന്നുന്നു. അത് തൊഴിലാളി എന്നത് മാത്രമല്ല, അത് തൊഴിലാളി എന്ന് വിളിക്കാൻ പോലും ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം ആധുനിക സമൂഹത്തിൽ നമ്മൾ നമ്മുടെ തൊഴിൽ പങ്കാളിത്തത്തിലൂടെ ആ ഒരു സംരംഭത്തോട് ചേർന്ന് നിൽക്കുകയാണല്ലോ. അപ്പോൾ ഒരു വലിയ കുടക്കീഴിൽ ഒരു തരത്തിലുള്ള വേർതിരിവും അതുപോലെ തന്നെ വിവേചനവും ഒന്നുമില്ലാത്ത തൊഴിലിടങ്ങൾ ഉണ്ടാവട്ടെ എന്ന ഒരു ആഗ്രഹത്തോട്, അന്ന് അവർ കൊണ്ട വെയിലാണ് ഇന്ന് നമ്മൾ അതെ, നമ്മുടെ തണൽ എന്നുള്ളതാണ്. അപ്പോൾ 8 മണിക്കൂർ ജോലിയും 8 മണിക്കൂർ വിശ്രമവും തുല്യവേതനവും. ഇന്നും ഈ ഒരു സന്ദേശം തന്നെയാണ് നമുക്ക് നൽകാനുള്ളത്. മെയ് ദിനാശംസകൾ എല്ലാവർക്കും, നമുക്കും നിങ്ങൾക്കും. അപ്പോൾ എന്തായാലും സന്തോഷം നൽകുന്ന ഒരു വാർത്തയുണ്ട്. ചരിത്രപരമായ ഒരു കരാറിലേക്ക് അമേരിക്കയും യുക്രൈനും എത്തിയിട്ടുണ്ട്. അമേരിക്ക നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾക്ക് പകരം ധാതു വിഭവങ്ങൾ പങ്കുവെക്കാൻ ധാരണ. അത് യുക്രൈന് ഭാവിയിൽ പണിയാകുമോ എന്നറിയില്ല. എന്തായാലും തൽക്കാലം ഒരു വെടിനിർത്തലാണ്. നമുക്ക് ഇന്ന് ആദ്യം പറയേണ്ട വാർത്ത മെയ് ദിനത്തെക്കുറിച്ച് തന്നെയുള്ള വാർത്തയാണ്. അപ്പോൾ മെയ് ദിനം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്തിനു വേണ്ടിയായിരുന്നു ആ പോരാട്ടങ്ങൾ? 14-15 മണിക്കൂറുകളൊക്കെ പണി എടുത്തിട്ടുള്ള തൊഴിലാളികൾ, അവർ 8 മണിക്കൂർ, അവർക്ക് അവരുടേതായ കാര്യങ്ങൾക്ക് 8 മണിക്കൂർ ഉറങ്ങാനും ഒക്കെ സമയം ആവശ്യമാണ്. അതേപോലെ തന്നെ തുല്യവേതനം ആവശ്യമാണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഷിക്കാഗോയിൽ നടത്തിയ മാർച്ച് ഒരു സമര പരമ്പരയായിരുന്നു. അതിനുശേഷം, വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മെയ് ദിനം ഉണ്ടായതും. പാരീസിൽ വെച്ച് മെയ് ദിനമായി മെയ് 1 ആചരിക്കണം എന്നാവശ്യപ്പെട്ടു നോക്കുക. അപ്പൊ ആ ചരിത്രം നമുക്കൊന്ന് നോക്കിയാലോ. ഇന്ന് രാജ്യാന്തര തൊഴിലാളി ദിനമാണ്. വർഗബോധവും ആത്മാഭിമാനവും ഉള്ളവരായി ലോകത്തെ തൊഴിലാളി വർഗം ഉയർത്തെഴുന്നേറ്റിന്റെ ഓർമ്മകൾ, അല്ലെ? അതെ, ഓർമ്മയുണർത്തുന്ന ഈ ദിവസം മെയ് ദിനം എന്ന പേരിലാണ് ലോകമെമ്പാടും തന്നെ ആചരിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും മെയ് ദിനാശംസകൾ നേർന്നുകൊണ്ട് ആ റിപ്പോർട്ടിലേക്ക് നമുക്കൊന്ന് പോകാം. സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് ശക്തരാകുവിൻ. 1886 മെയ് 1, 8 മണിക്കൂർ ജോലിയും വിശ്രമവും ആവശ്യപ്പെട്ട് അമേരിക്കയിൽ 3 ലക്ഷത്തോളം തൊഴിലാളികൾ പണിമുടക്കി. തുടർന്ന് മെയ് 4 ഷിക്കാഗോ നഗരത്തിലെ ഹെയ് മാർക്കറ്റ് ചത്വരത്തിൽ സമാധാനപരമായി പ്രകടനം നടത്തിയിരുന്ന തൊഴിലാളികൾക്ക് നേരെയുണ്ടായ ബോംബാക്രമണത്തിലും പോലീസ് വെടിവയ്പിലും നിരവധി പേർ കൊല്ലപ്പെട്ടു. തൊഴിലിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതിനും ജീവിത സാഹചര്യം നേടുന്നതിനുമായി നടത്തിയ പോരാട്ടത്തിലുണ്ടായ ആ ജീവത്യാഗത്തിന്റെ സ്മരണയ്ക്കായി 1890 മുതലാണ് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം ഔദ്യോഗികമായി ആചരിക്കാൻ തുടങ്ങിയത്. പട്ടിണിയുടെ തടവുകാരൻ നിങ്ങൾ ഉണരുവിൻ, ഭൂമിയിലെ പീഡിതരെ നിങ്ങൾ ഉണരുവിൻ, ഉണരുവിൻ. തൊഴിലവകാശങ്ങൾ നേടുന്നതിനപ്പുറം കർഷകർ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുമായി കൈകോർത്ത് പുത്തനൊരു ഉണർവിലേക്ക് സംഘടിത തൊഴിലാളി വർഗം ഉയർത്തെഴുന്നേറ്റത് ആ പോരാട്ടത്തിലൂടെയായിരുന്നു.
സാമൂഹ്യ വ്യവസ്ഥയെയും ഭരണക്രമത്തെയും തന്നെ മാറ്റിമറിക്കാൻ കഴിയും വിധമുള്ള ശക്തിയായി തൊഴിലാളി വർഗം പിന്നീട് മാറി. എന്നാൽ മാറിയ ലോകക്രമത്തിൽ മുതലാളിത്ത ശക്തികൾ അധീശത്വം നേടുകയും തൊഴിലാളി വർഗ രാഷ്ട്രീയം ശോഷിക്കുകയും ചെയ്തിരിക്കുന്നു. മനുഷ്യനും പ്രകൃതിക്കും മേൽ ചൂഷക ശക്തികൾ സർവാധികാരം സ്ഥാപിക്കുന്നതിന് അത് അവസരമൊരുക്കി. മെച്ചപ്പെട്ട വേതനവും 8 മണിക്കൂർ ജോലി സമയവും സുരക്ഷിതമായ തൊഴിലിടങ്ങളും ജീവനക്കാരുടെ അവകാശമാണെന്ന് ഈ പുതിയ കാലത്തും നമുക്ക് ഓർമ്മിക്കേണ്ടതായി വരുന്നു. കൂടുതൽ നീതിപൂർവകമായ ലോകം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ സർവ്വരാജ്യ തൊഴിലാളികൾ വീണ്ടും ഒരുമിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ തൊഴിലാളികൾക്കും 24ന്റെ മെയ് ദിനാശംസകൾ. സർവരാജ്യ തൊഴിലാളികളുടെ ഉടൽ പിറപ്പുകളെ റിസർച്ച് ഡെസ്ക് 24. സമരസഖാക്കളെ. അപ്പോൾ അതാണ് മെയ് ദിനത്തിന്റെ ഒരു ചരിത്രം. അപ്പോൾ നമ്മളാണ് തീരുമാനിക്കുന്നത് എത്ര സമയം ജോലി ചെയ്യണം, എത്ര സമയം ജോലി ചെയ്താൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ജോലി ചെയ്യാം. അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ, അത് മാത്രം ജോലി ചെയ്യുന്ന സമയം മാത്രമല്ല, അതിനപ്പുറമായി ഓരോരുത്തർക്കും തുല്യമായ അവസരം, വിവേചനമില്ലാത്ത പെരുമാറ്റം, നല്ല ഊഷ്മളമായ തൊഴിലന്തരീക്ഷം, ഇതൊക്കെ ആധുനിക ജീവിതത്തിന്റെയും ആവശ്യമാണ്. അതെ. അതോടൊപ്പം തന്നെ ഈ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം എന്നുള്ളത് അത് പലരും മറന്നു പോകുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയില്ല, കാരണം ചെയ്യാത്ത ഒരാളായതിന് ചെയ്യാത്ത കാര്യങ്ങൾ പറയരുതല്ലോ. അല്ല, അത് രണ്ട് തരത്തിലാണ് ക്രിസ്റ്റ്യന. ഇപ്പൊ ചിലര് പറയുന്ന ഒരു കാര്യം കേട്ടിട്ടില്ലേ, ഇപ്പൊ ഒരുപാട് പേര് അവരുടെ വിജയത്തിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ അവര് പറയും അവരുടെ ജോലി അവർക്കൊരു ആസ്വദിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ മനസ്സിന് വിശ്രമമില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ശാരീരികമായി കഠിനാധ്വാനം ചെയ്യുന്നവർ തീർച്ചയായിട്ടും വിശ്രമിച്ചേ പറ്റൂ. നല്ല ഉറക്കം വേണം, അതൊക്കെ വേണം. അപ്പോൾ ഇന്നീ ദിവസത്തിൽ തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ച് കൂടുതൽ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഓർക്കുക, നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് തന്നെ പ്രതികരിക്കേണ്ടതുണ്ട്. അപ്പോൾ പക്ഷേ കാലങ്ങൾ മാറിയതോടുകൂടി ഒരുപാട് നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ രാജ്യം വലിയ ഒരു പ്രതിസന്ധി എന്നൊന്നും പറയാൻ പറ്റില്ല, ആശങ്കകൾക്കിടയിലാണ്. ചില തീരുമാനങ്ങളൊക്കെ കേന്ദ്രത്തിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ വാർത്തകളിലേക്ക് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പാകിസ്ഥാനെതിരെ നടപടി ഘടിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ. പാകിസ്ഥാൻ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും കരസേനാ മേധാവിയും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് നിർണായക തീരുമാനം. അതിനിടെ പാക് സൈന്യത്തിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലും പാക് നടന്മാരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഇന്ത്യ നിരോധിച്ചു എന്നുള്ള വിവരവും ഇപ്പോൾ വരുന്നുണ്ട്. വിനിത വിജിയും ബൽറാം നെടുങ്ങാടിയുമാണ് ചേരുന്നത്. ആദ്യം നമുക്ക് വിനിത വിജിയിലേക്ക് പോകാം. വിനിത, ഗുഡ് മോർണിംഗ്. വിനിത, ഇന്നലെ തന്നെ ചില ഉന്നതതല യോഗങ്ങൾ നടക്കുന്നു, വളരെ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കും എന്ന് നമ്മൾ അറിഞ്ഞിരുന്നു. അപ്പോൾ ആ തീരുമാനങ്ങൾ എന്തെല്ലാമെന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? ഏതെല്ലാം രീതിയിലാണ് ഈ സൈനിക നീക്കമോ അല്ലെങ്കിൽ അതിർത്തിയിലെ മറ്റ് നീക്കങ്ങളോ ഉണ്ടാവുക? വെരി ഗുഡ് മോർണിംഗ് സ്മിത ആൻഡ് ക്രിസ്റ്റീന. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാജ്യതലസ്ഥാനം നിർണായകമായിട്ടുള്ള യോഗങ്ങൾക്കും കൂടിക്കാഴ്ചകൾക്കും ഒക്കെ ഇങ്ങനെ സാക്ഷ്യം വഹിക്കുകയാണ്. പല യോഗങ്ങളും കൂടിക്കാഴ്ചകളും ഒക്കെ മണിക്കൂറുകളോളം നീളുന്നുമുണ്ട്. ഇന്നലെയും സമാനമായ ദിവസം തന്നെയായിരുന്നു. ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ നിർണായക യോഗങ്ങൾക്കൊക്കെ തന്നെ തുടക്കം കുറിച്ചത്. പ്രധാനപ്പെട്ട 4 യോഗങ്ങൾ അദ്ദേഹത്തിന്റെ വസതിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്നതിനുള്ള മന്ത്രിസഭാ സമിതിയുടെ പ്രത്യേക യോഗമായിരുന്നു. ഇതിനുശേഷം ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു യോഗം കൂടി പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്നത്. അത് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ കരസേനാ മേധാവി ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒപ്പം സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ വ്യോമ മേഖലയിൽ പാകിസ്ഥാൻ നിന്നുള്ള വിമാനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നേരത്തെ തന്നെ സമാനമായിട്ടുള്ള ഒരു നിരോധനവും നിയന്ത്രണവും ഒക്കെ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ പാക് അതിർത്തിയിൽ ഇന്ത്യൻ വിമാനങ്ങൾ കടക്കരുതെന്നൊരു നിർദ്ദേശം അവർ നൽകിയിട്ടുണ്ടായിരുന്നു. അവിടെ നിരോധനവും നിയന്ത്രണവും ഒക്കെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഈ ഭീകരാക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ സൗദിയിൽ നിന്ന് പ്രധാനമന്ത്രി അടക്കം ഇന്ത്യയിലേക്ക് എത്തുന്നത് ഈ പാകിസ്ഥാൻ വ്യോമ അതിർത്തി കടക്കാതെ ആ വ്യോമ മേഖല പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നാലെ ഈ നയതന്ത്ര മേഖലകളിലേക്കടക്കം കടുത്ത നിയന്ത്രണങ്ങൾ ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കടുത്ത നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നത്. അതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ ഇപ്പോൾ ഈ വ്യോമ
വ്യോമ മേഖലയിൽ പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയൊരു പക്ഷേ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് കൂടി കടക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിന്ന് പാക് കപ്പലുകൾക്ക് കൂടി ഒരു പൂർണ്ണ നിരോധനം ഏർപ്പെടുത്താനുള്ള ഒരു സാധ്യത കൂടി നിലവിൽ നമ്മൾ കാണുന്നുണ്ട്. ഇന്നും സമാനമായിട്ടുള്ള യോഗങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഒരു പക്ഷേ ഇന്ന് ഒരു സാധ്യത കാണുന്നത് ഈ പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ, രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ഒരു യോഗത്തിനുള്ള ഒരു സാധ്യത ഇന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ രാജ്യതലസ്ഥാനം നിർണായകമായിട്ടുള്ള യോഗങ്ങളൊക്കെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ തന്നെ സാക്ഷ്യം വഹിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം ഈ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടൊരു ഹർജി കൂടി എത്തുന്നുണ്ട്. ഈ ഭീകരാക്രമണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഒപ്പം തന്നെ കോടീശ്വർ എന്നിവർ അടങ്ങുന്ന ബെഞ്ച് ഇത് രാവിലെയോടുകൂടി ഈ ഹർജി പരിഗണിക്കുമെന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇനി ബൽറാം നെടുങ്ങാടിയോടുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ബൽറാം, ഗുഡ് മോർണിംഗ്. അതിർത്തിയിലെ അവസ്ഥ എന്താണ്? ഒപ്പം തന്നെ ഇന്നിപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ നിരോധിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ നടന്മാരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ നിരോധിച്ചിട്ടുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് അതിർത്തിയിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്? ഒപ്പം തന്നെ സൈന്യവുമായി ബന്ധപ്പെട്ടുള്ള പാകിസ്ഥാന്റെ ഒരു നീക്കം എന്താണ്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, സ്മിത. അതിർത്തി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ അതീവ ജാഗ്രത പുലർത്തുകയാണ് ഇന്ത്യൻ സൈന്യം. ഈ പാകിസ്ഥാന്റെ തുടർച്ചയായുള്ള പ്രകോപനത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. സേനാ വിന്യാസം അത് ഏറെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം എന്ന് പറയാൻ കഴിയില്ല. അതിന്റെ കൂടുതൽ വിവരങ്ങളും നമുക്ക് പങ്കുവെക്കാൻ കഴിയില്ല. അതിന് മാർഗനിർദ്ദേശങ്ങൾ നിലവിലുണ്ട്. എന്നാൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായുള്ള പ്രകോപനങ്ങൾ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ തന്നെ അതിർത്തി കൃത്യമായ മുന്നൊരുക്കങ്ങൾ ഇന്ത്യ നടത്തിയിരുന്നു. കൂടാതെ ഏത് തരത്തിലുള്ള ഒരു തീരുമാനം അത് നടപ്പാക്കാനുള്ള നിർദ്ദേശം വന്നാലും അത് സാക്ഷാത്കരിക്കാനായി സൈന്യം സജ്ജമാണ്. അതിനുള്ള എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ, അത് ഒരു ദീർഘകാലമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുകയാണെങ്കിൽ അതിനു പോലും സജ്ജരാണ് സൈന്യം എന്ന് മാത്രം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പങ്കുവെക്കാൻ കഴിയൂ. അതേസമയം ഈ ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിലും ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ജമ്മു കശ്മീരിലെ വനമേഖലയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഏറ്റവും ശ്രദ്ധേയമായ ഒരു നീക്കം എന്നുള്ളത് കഴിഞ്ഞ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം 8 ദിവസത്തിനിടെ 6 ദിവസവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തിരുന്നു. ഇന്നലെ പുലർച്ചെ അന്താരാഷ്ട്ര അതിർത്തിയിൽ പോലും ഇന്ത്യൻ പോസ്റ്റിന് നേരെ പാകിസ്ഥാൻ വെടിയുതിർക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും തുടർന്ന് ഇന്ത്യ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിന്റെ അടിയന്തര ഹോട്ട്ലൈൻ മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസുമായി ഇന്ത്യയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ സംസാരിച്ചു. കൃത്യമായ മുന്നറിയിപ്പ് ഇന്ത്യ ആ ഒരു ഫ്ലാഗ് മീറ്റിംഗിൽ അല്ലെങ്കിൽ ആ ഒരു ഹോട്ട്ലൈൻ ചർച്ചയിൽ നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പ്രകോപനമില്ലാതെ വെടിയുതിർക്കുന്നത് തുടർന്നു കഴിഞ്ഞാൽ കനത്ത തിരിച്ചടി തന്നെ ഇനി മുതൽ നേരിടേണ്ടി വരും എന്നാണ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ. അതിന് ഫലമുണ്ടായിരിക്കുന്നു. ഇന്നലെ രാത്രി വെടിവെപ്പുണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സാഹചര്യം. അതേസമയം ഈ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ട്. പാകിസ്ഥാൻ ചരിത്രത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പലതവണ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിൽ ഏറ്റവും മോശം അവസ്ഥയിലാണ് രാഷ്ട്രീയമായും സാമ്പത്തികമായും സൈനിക തലത്തിലും പാകിസ്ഥാൻ ഇപ്പോൾ ഉള്ളത്. അതിന്റെ ഒരു ആശങ്ക പാകിസ്ഥാന്റെ പ്രകടനങ്ങളിലെല്ലാം തന്നെ വ്യക്തമാണ് താനും. ആദ്യഘട്ടത്തിൽ വലിയ വെല്ലുവിളികൾ പാകിസ്ഥാന്റെ ഉന്നത രാഷ്ട്രീയ നേതൃത്വം നടത്തിയിരുന്നെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായി കാര്യങ്ങളിലേക്ക് അടുക്കുന്ന ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ വലിയ തോതിൽ പരിഭ്രാന്തി പ്രകടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി പാകിസ്ഥാൻ എടുത്ത ഒരു തീരുമാനവും അത് പ്രകടമാണ്. ISI മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസീം മാലിക്കിന് അധിക ചുമതല നൽകിയിരിക്കുന്നു. അർദ്ധരാത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ പാകിസ്ഥാൻ പുറത്തിറക്കിയിരിക്കുന്നത്. അദ്ദേഹത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ അധിക ചുമതല കൂടി നൽകിയിരിക്കുകയാണ് ISI മേധാവിക്ക്. ഇത്തരത്തിലുള്ള നടപടികളാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടാകുന്നത്. അതേസമയം ഇന്ത്യയാകട്ടെ ഈ ഒരു പെഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതിന് പിന്നാലെ തന്നെ ആയുധമെടുക്കും മുമ്പ് പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുന്ന നയതന്ത്ര സമീപനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. കടുത്ത നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നതും ഒപ്പം തന്നെ പാകിസ്ഥാന്റെ മറ്റ് നിയന്ത്രണങ്ങൾ
പ്രൊപ്പഗണ്ട ഇന്ത്യയിൽ പടർത്താതിരിക്കാനുള്ള നടപടികൾ, അത് സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ നിരോധനം അടക്കമുള്ള നടപടികൾ, അത്തരം തുടർച്ചയായുള്ള നടപടികൾ വീണ്ടും ഉണ്ടായിട്ടുണ്ട്. പാക് സൈന്യത്തിന്റെ ഔദ്യോഗിക വാർത്താ വിതരണ വിഭാഗമായ IPSRന്റെ യൂട്യൂബ് ചാനലിനും ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അത് സജീവമായി തന്നെ തുടരുകയാണ് ജമ്മു കശ്മീരിലെ വനമേഖലയിൽ. ക്രിസ്റ്റീന സ്മിത. പ്രേക്ഷകർ കമന്റ് ബോക്സിൽ ഹാജരായിട്ടുണ്ട്. അപ്പോൾ അവര് എബ്രഹാം തോമസ് ചോദിക്കുന്നുണ്ട്, ഇന്നത്തെ മോർണിംഗ് വാക്ക് എവിടെ നിന്നാണ്? സുന്ദരിയായ കൊച്ചിയുടെ ക്യൂൻസ് വാക്ക് വേയിൽ നിന്നാണ് ഇന്നത്തെ മോർണിംഗ് വാക്ക് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പലരും നമ്മുടെ മെയ് ദിനവുമായി ബന്ധപ്പെട്ട പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. ഇപ്പോ നമ്മളൊരു നല്ല മനോഹരമായ ദൃശ്യം നമ്മുടെ മുന്നിലുണ്ട്. പഗ്ഗല്ലേ? അതെ, പഗ്ഗാണ്. പഗ്ഗിന്റെ കൂടെയുള്ള ആള് അവിടെ യോഗ ചെയ്യാണ്. അപ്പൊ കൂടെ കിടന്ന് ശാന്തമായി കിടക്കുന്നതായിരുന്നു നമ്മൾ കണ്ടത്. ഇപ്പൊ നമ്മളിങ്ങ് വന്നപ്പോ ഒന്ന് എഴുന്നേറ്റതാ, നോക്കുകയാണ് ആരാണ് എന്നൊക്കെ. വോഡഫോണിന്റെ പരസ്യത്തിലൂടെ നമുക്ക് വളരെ പരിചിതമാണ്. മാത്രമല്ല മനുഷ്യരുമായി വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള നമ്മുടെ കൂടെ വരണ്ടോന്ന് ചോദിച്ചു നോക്കായിരുന്നു. അവനെ ഒന്ന് പ്രേക്ഷകർക്ക് കാണിക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പോ നമുക്ക് അടുത്ത വാർത്തയിലൂടെ പോവാം. അദ്ദേഹത്തോട് നമുക്ക് നമ്മുടെ സമീർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ചാലപ്പുറത്ത് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമമെന്ന വാർത്ത വരുന്നു. പീഡന ശ്രമം ചെറുത്ത് പെൺകുട്ടി ഓടി രക്ഷപ്പെടുന്ന ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ ബീഹാർ സ്വദേശികളായ 2 പേരെ കസബ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സമീറാണ് വിശദാംശങ്ങളുമായി വരുന്നത് കോഴിക്കോട് നിന്ന്. സമീർ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയായി കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഈ ചെറിയ കുട്ടി ആ പീഡന ശ്രമം ചെറുത്ത് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, സ്മിത. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് കേരളത്തിൽ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ചാലപ്പുറത്ത് വെച്ചുകൊണ്ട് 15 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടി പീഡന ശ്രമത്തിന് ഇരയായത്. അതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പെൺകുട്ടി നഗരത്തിൽ നിന്ന് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ആ വേളയിലാണ് ചാലപ്പുറത്ത് ആരും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് അതിഥി തൊഴിലാളികൾ 2 പേർ ചേർന്നുകൊണ്ട് ഈ പെൺകുട്ടിയെ പിടികൂടുകയും ആ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. ഇവരെ പീഡിപ്പിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഈ പെൺകുട്ടി അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട് കുതറി ഓടുകയും ചെയ്തു. അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ വലിയ രീതിയിലുള്ള അന്വേഷണമായിരുന്നു. ആരാണ് ഇത് ചെയ്തത് എന്ന് കണ്ടെത്താനുള്ള വലിയ ശ്രമം. 70ഓളം CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. ഒപ്പം തന്നെ അവിടെ നിന്ന് ഒരു സിമന്റ് പൊതിഞ്ഞിട്ടുള്ള ഒരു ചെരുപ്പ് അവിടെ നിന്ന് ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് സിമന്റ് ജോലി ചെയ്യുന്ന കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന അതിഥി തൊഴിലാളികളാകാം ഇതിന് പിന്നിൽ എന്നുള്ള ആ ഒരു സംശയം പോലീസിന് ബലപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചാലപ്പുറവും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളുമൊക്കെ അതിഥി തൊഴിലാളികൾ തിങ്ങി പകർക്കുന്ന വിവിധ സ്ഥലങ്ങളുണ്ട്. ആ മേഖലയിലെല്ലാം തന്നെ പോലീസിന്റെ അന്വേഷണം നടത്തിയിരുന്നു. അതിനൊടുവിലാണ് 2 ബീഹാർ സ്വദേശികളെ ഇന്നലെ രാത്രിയോടുകൂടി പോലീസിനെ പിടികൂടാൻ കഴിഞ്ഞത്. കസബ പോലീസാണ് 2 പേരെയും പിടികൂടിയിരിക്കുന്നത്. ബീഹാർ സ്വദേശികളായിട്ടുള്ള ഈ 2 പേരും ആദ്യമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അവർ അംഗീകരിച്ചിരുന്നില്ല. കുറ്റസമ്മതത്തിനൊന്നും അവർ തയ്യാറായില്ല. പക്ഷേ പിന്നീട് പോലീസ് ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ അവരെ കാണിക്കുകയും ഇത് അവർ തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തതോടുകൂടിയാണ് പ്രതികൾ അക്കാര്യം സമ്മതിക്കുകയും പിന്നീട് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ഏതായാലും ആ പെൺകുട്ടിക്ക് ഒരു വിധത്തിലുള്ള അത്യാഹിതം സംഭവിച്ചില്ല, അപകടമൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്നു. ആ പെൺകുട്ടി അവിടെ നിന്ന് കുതിരി ഓടുകയും അവിടെ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്തു. ആ വേളയിൽ തന്നെ അതിലൂടെ മറ്റൊരാൾ കൂടി കടന്നു വരുന്നുണ്ട്. അതേ തുടർന്ന് പിന്നീട് ഈ പെൺകുട്ടിയെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ 2 അക്രമികളും അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്മിത, ക്രിസ്റ്റീന. ശരി. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ അക്രമം ഉണ്ടാവാൻ പാടില്ല. അതിൽ പെൺകുട്ടിക്കൊന്നും സംഭവിച്ചില്ല എന്നതല്ല, അത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഇനി നമ്മൾ പോകുന്നത് കേരളം വികസന കുതിപ്പിലേക്ക് ഉള്ള ഒരു യാത്ര ഇങ്ങനെ തുടങ്ങാൻ പോവുകയാണ്. അതിനു മുമ്പ് നമ്മുടെ താഴെയുള്ള ആളെ ഒന്ന് കാണിക്കണ്ടേ? നേരത്തെ കാണിച്ചോന്നറിയില്ല. പ്രേക്ഷകർ കണ്ടു കാണും. പെട്ടെന്ന് തന്നെ റോക്കി ഇങ്ങനെ എല്ലാ ദിവസവും ഡെയിലി വരും. ഞാൻ രാവിലെ വരുമ്പോ രാവിലെ എന്നെ എണീപ്പിക്കണവനാ. അവിടെ നിന്ന് നോക്കിയപ്പോ കണ്ട ഒരു കാര്യം, റോക്കി ഇവിടെ ഇങ്ങനെ യോഗ ചെയ്തോണ്ടിരിക്കുമ്പോ റോക്കിയും കുറച്ച് ഇപ്പൊ റെഗുലർലി ഇപ്പൊ ചെയ്യുമ്പോ അവന് കുറച്ച് ഇതാ. അപ്പൊ അതാണ് റോക്കി. അപ്പോ എന്തായാലും റോക്കി നമ്മുടെ വാർത്താ യാത്രയ്ക്കൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കിനിയും പറയുന്നത് പോലെ കേരളത്തിന്റെ വികസന കുതിപ്പുമായുള്ള അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് വിഴിഞ്ഞം വിജയം.
വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം പ്രധാനമന്ത്രി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. ചടങ്ങിന് മുന്നോടിയായി തുറമുഖവും പരിസരവും കനത്ത സുരക്ഷാ വലയത്തിലാണ്. പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഇന്നലെ ട്രയൽ റൺ നടന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഉന്നത പോലീസ് സംഘം വിഴിഞ്ഞത്തെത്തി പരിശോധന നടത്തി. ഇന്നലെ മുതൽ വിഴിഞ്ഞത്തും പരിസരത്തും പോലീസ് വിന്യാസമുണ്ട്. നഗരത്തിലുൾപ്പെടെ 3000-ഓളം പോലീസുകാർ വിന്യസിക്കുമെന്നാണ് വിവരം. ചടങ്ങിനുള്ള പന്തലുകൾ തയ്യാറായി കഴിഞ്ഞു. അവസാനത്തെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കാനും നിരീക്ഷിക്കാനും ഡൽഹിയിൽ നിന്നുള്ള 20 അംഗ SPG സംഘത്തിന്റെ മേൽനോട്ടവുമുണ്ട്. 10,000-ഓളം പേരെയാണ് ഉദ്ഘാടന ചടങ്ങിന് പ്രതീക്ഷിക്കുന്നത്. VVIP, VIP എന്നിവർക്കായി പ്രത്യേക വേദിയും പന്തലും ഉണ്ടാകും. തൊട്ടടുത്തായി പൊതുജനങ്ങൾക്കുള്ള വിശാല പന്തലും സജ്ജമാണ്. പൊതുജനത്തിന് ചടങ്ങ് വീക്ഷിക്കാൻ വലിയ LED സ്ക്രീനുകളും ഒരുക്കിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. അപ്പോൾ അതാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട വാർത്ത. അപ്പോൾ സ്വാഭാവിക ആഴം ഏറ്റവും കൂടുതലുള്ള തുറമുഖമാണ് വിഴിഞ്ഞം. അത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് കേരളത്തിന് വലിയ തൊഴിൽ സൃഷ്ടിക്ക് സഹായിക്കുകയും കേരള വികസനത്തിന് ഒരുപാട് സഹായിക്കുകയും ഈ ലോജിസ്റ്റിക്സ് മേഖലയിലൊക്കെ ഒരുപാട് മോഡേൺ ആയിട്ടുള്ള സൗകര്യങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രേക്ഷകരും ഒരിക്കൽ വിഴിഞ്ഞം തുറമുഖമൊക്കെ ഒന്ന് പോയി കാണുക. അതെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ ചില വിവാദങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അല്ലേ. നാളെ ഈ കമ്മീഷനിങ് നടക്കാനിരിക്കെ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് ഒരു കുറവുമില്ല. പ്രതിപക്ഷ നേതാവിനെ നേരത്തെ ക്ഷണിച്ചില്ല എന്ന വിവാദത്തിന് പിന്നാലെ ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷനെ ക്ഷണിച്ചതും രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖം അതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയ വിവാദങ്ങൾക്കൊപ്പമാണ് സഞ്ചരിച്ചത്. തുറമുഖത്തിന്റെ നിർണായക ഘട്ടമായ കമ്മീഷനിങ്ങിലേക്ക് എത്തുമ്പോഴും വിവാദങ്ങൾ ഒപ്പമുണ്ട്. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കപ്പെടേണ്ടവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തില്ല എന്നതായിരുന്നു ആദ്യ വിവാദം. വാർത്തയായതിനു പിന്നാലെ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചെങ്കിലും പങ്കെടുക്കുന്നില്ലെന്ന് തീരുമാനം. അന്നേ ദിവസം UDFന്റെ വിശാല നേതൃയോഗം തീരുമാനിച്ചിട്ടുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിലും വിവാദമുയർന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചതനുസരിച്ചാണ് രാജീവ് ചന്ദ്രശേഖരന് ക്ഷണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. എന്നാൽ സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ എന്ത് കാര്യമെന്ന് പ്രതിപക്ഷം പരിഹസിക്കുന്നു. തുറമുഖത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. കമ്മീഷനിംഗ് ദിവസം മണ്ഡലം തലത്തിൽ ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യ പ്രകടനം നടത്താനാണ് KPCCയുടെ തീരുമാനം. തുറമുഖം വികസിത ഭാരതത്തിന്റെ ഭാഗമെന്ന തലക്കെട്ടോടെ കേന്ദ്ര സർക്കാരും പരസ്യം നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. അപ്പോൾ ഇനി വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി ഇന്ന് തലസ്ഥാനത്ത് എത്തുമെന്ന വാർത്ത കൂടി പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി രാജ്ഭവനിലാകും രാത്രി തങ്ങുക. നാളെ രാവിലെ 10 മണിക്ക് ശേഷം പാങ്ങോട് സൈനിക ക്യാമ്പിലെ കൊളച്ചൽ സ്റ്റേഡിയത്തിൽ നിന്ന് വായുസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് പ്രധാനമന്ത്രി ഇറങ്ങും. തുടർന്ന് പോർട്ട് ഓപ്പറേഷൻ കേന്ദ്രത്തിലെത്തും. കമ്പ്യൂട്ടർ നിയന്ത്രിത പ്രവർത്തന രീതികൾ, ക്രെയിനുകൾ എന്നിവ വീക്ഷിക്കും. 12 മണിയോടെ മടങ്ങുകയും ചെയ്യും.